ജുറാസിക് പാർക്കിന്റെ ആദ്യത്തെ ഭാഗം അത് 90 കിഡ്സിന് ഒരു സംഭവം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഉള്ള 90 കിഡ്സ് എല്ലാം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമ അതായിരിക്കും. പിന്നെ സ്കൂളിലൊക്കെ വർഷത്തിൽ ഒരിക്കൽ സിനിമകൾ ഇടുമ്പോൾ മിക്കവാറും ഈ ജുറാസിക് പാർക്ക് തന്നെ ഇടും. അത്രമാത്രം ഒരു സിനിമ കൾച്ചർ വളർത്തിയ, ഒരു യൂണിവേഴ്സൽ അപ്പീൽ കിട്ടിയ, ഒരു സിനിമ കൾച്ചറിനെ മാറ്റിയ ഒരു സിനിമയായിരുന്നു അത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത് വേറൊരു സാധനമാണ്. ആ ഒരു ചുവന്ന കളറിൽ ഉള്ള ദിനോസറിന്റെ സ്കെൽട്ടൻ വെച്ചിട്ടുള്ള ഒരു ഐക്കണും സ്കൂൾ ബാഗൊക്കെ ഉണ്ടായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. പിന്നെ ലോസ്റ്റ് വേൾഡ് ഇറങ്ങി, അതിനുശേഷം ജുറാസിക് പാർക്കിന്റെ 3rd വെർഷൻ. ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളായിരുന്നു. പിന്നെ വരുന്നതിൽ യാതോ ഒരു അപരാധം മാത്രം ഞാൻ കണ്ട്, ഒരു CGI വെച്ചിട്ടുള്ള ഒരു കാട്ടപരാധം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രാഞ്ചൈസി പടങ്ങൾ വരുമ്പം പിന്നീട് തുടർന്ന് വരുന്നതിന് മൊത്തത്തിൽ കാണാൻ ഒരു താല്പര്യം തോന്നാറില്ല. മൊത്തത്തിൽ ഒരു റിപ്പറ്റീഷൻ ആയിരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് കാണാൻ തോന്നാത്തത്? ഇതുപോലെയൊക്കെയല്ലേ എൻ്റെ അവസ്ഥ. ഈ സിനിമയിൽ പുതുമയെന്ന് പറയാൻ യാതൊന്നും തന്നെയില്ല. പണ്ടത്തെ ആദ്യത്തെ ഭാഗത്തുള്ള സീനുകൾ വരെ അതുപോലെ ഈച്ച കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. ഗാരത്ത് എഡ്വേർഡ്സ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്കാർലെറ്റ് ജൊഹാൻസൺ ഒക്കെ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സിനിമയിലെ പല സീനുകളും അത് മറ്റേ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ചെയ്തതാണെന്നും ഈ കാടൊക്കെ സെറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നും പ്രകടമായിട്ട് എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതും പോരാഞ്ഞിട്ട് പല സീനുകളും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇൻഡിക്കേറ്റർ ഇടാതെ ഓട്ടോറിക്ഷ വളയ്ക്കുന്നത് ഒരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു AI വീഡിയോസ് ഒക്കെ ഇറങ്ങൂലേ, അതുപോലത്തെ AI വീഡിയോയുടെ അതേ ടൊണാലിറ്റി, അതേ ഫ്രെയിമിങ്, അങ്ങനെ കുറെ സീനുകൾ അതുപോലെ എനിക്ക് തോന്നി. കുറച്ച് പേര് മറ്റേ പുലിമുരുകനില് കഞ്ചാവ് വെച്ചിട്ട് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്ന പോലെ ഇതില് ദിനോസറിന്റെ യന്ത്രം എടുത്തിട്ട് ഹൃദയത്തിന്റെ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തുന്നു. അതിന് വേണ്ടിയിട്ട് കാട്ടിൽ ചെന്ന് കയറാൻ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഫാമിലി കൂടി പറഞ്ഞു. ഫാമിലി ആണെങ്കിൽ ഭൂലോക കോമഡി പീസുകളും ഇവരെത്തുന്നു. ഇത് പിന്നെ അങ്ങോട്ട് കിടന്ന് ഏഴയാണ് പടം. സിനിമ നീങ്ങളില്ല, ഒരു തേങ്ങയും ചെയ്യാനും ഇല്ല, ഒരു പുതുമയും ഇല്ല. നമുക്ക് അറിയടേ ഇതിൽ എന്തിനാണ് നടക്കാൻ പോണത്. കുറെ കൊണേന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 1 മണിക്കൂർ വരെ വലിച്ചു നടക്കി കളഞ്ഞു. ഇടയ്ക്ക് പിന്നെ ദിനോസർ വരുന്ന സീനുകളൊക്കെ നമുക്ക് മറ്റേ ബാക്കിൽ നിന്ന് ഒരാൾ ഒരു വലിയ സാധനം ഓട്ടിക്കാൻ വരുമ്പം രക്ഷപ്പെടുകയില്ല, ചാവോ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു രസത്തിൽ കണ്ടിരിക്കാവുന്നതാണ്. പക്ഷെ ഇത് അഴിച്ചിലാണ്. ഇഴഞ്ഞിഴഞ്ഞ് സെക്കൻഡ് ഹാഫ് പോയി. പിന്നെ കാട്ടിൽ ഇതിന് അറിയാലോ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ മറ്റേ നമ്മളെ ഫസ്റ്റ് പാർട്ടിലുള്ള മറ്റേ കിച്ചൺ സീൻ പോലത്തെ സീനുകൾ ഇതൊക്കെ അതുപോലെ മറ്റേ പണ്ടത്തെ പടങ്ങളിലൊക്കെ ആണെങ്കിൽ ദിനോസറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ശ്വാസം അടക്കി പിടിച്ച് കാണണം, ഇവരെങ്ങനെ രക്ഷപ്പെടുവോ, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ആ പ്രേക്ഷകരുടെ ആ ഒരു ക്യാരക്ടേഴ്സിന് തോന്നും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഉമാര് കാണിക്കണ ഈ കോമഡികളൊക്കെ ഇതൊക്കെ ഭൂമിക്ക് ഭാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനോ ഒരു കഥാപാത്രത്തിനടുത്തോ നമുക്കിതിൽ തോന്നണില്ല. അതുകൊണ്ട് തന്നെ ദിനോസർ പല 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 ടൈപ്പ് ഓഫ് ദിനോസറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ കുറേ സാധനം, ഒരു പറങ്ങി അണ്ടി പോലത്തെ ഒരു ദിനോസർ പറഞ്ഞുണ്ട്, എന്തൊക്കെയാണെന്ന്. പിന്നെ അവസാനം പോകുമ്പം ഈ ദിനോസറിന്റെ പാക്കൂത്തുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പല സീനുകളും 1ാമത്തെ പാർട്ടിയിൽ നിന്ന് 3ാമത്തെ പാർട്ടിയിൽ നിന്ന് അതുപോലെ എടുത്ത് അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ പടങ്ങളൊക്കെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കൂലേ, അതുപോലത്തെ ഒരു പരിപാടി. ജീപ്പ് ഓട്ടിക്കണത് എല്ലാം. അപ്പൊ ഈ ദിനോസറിന്റെ ചേസിങ് മറ്റത് അത് ഇതൊക്കെ കണ്ടോണ്ടിരിക്കേ ദിനോസർ വരുന്നു, ഓക്കെ കൊള്ളാം, രസമുണ്ട്. കടിച്ചില്ല, രക്ഷപ്പെടും, പലതാരം രക്ഷപ്പെടും ഈ സാധനം. ഇത് പിന്നെ അവസാനം കുറെ നേരം കണ്ടോണ്ടിരിക്കുക, അത് ഭയങ്കര ചുമ്മാ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റേ ഫസ്റ്റ് പടമൊക്കെ കാണാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും ചിലപ്പം. അങ്ങനെയുള്ളവർ പോയിക്കുമ്പോഴേക്കും ഓയ്യോ ദിനോസർ ഇതൊരു സാധനം, ഈ സാധനത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഒരു ശരാശരി നിൽക്കുന്ന ഒരു സിനിമ. ഫസ്റ്റ് ഹാഫ് നല്ല എഴിച്ചിലായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ഈ ദിനോസറിന്റെ പാക്കൂത്തുകൾ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല ഈ പടം. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രാഞ്ചൈസി പടങ്ങൾ കണ്ടിന്യൂസ് വരുമ്പം ഞാൻ കാണാൻ മടിക്കണത്. എന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വോട്ടിട്ട് തരും, പിന്നെ പോയി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ശരിയെന്ന്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.